ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. എൻ്റെ മോളുടെ ബർത്ത്ഡേ വ്ളോഗ്, പ്രിപ്പറേഷൻ വ്ളോഗ്, ഷോപ്പിംഗ് വ്ളോഗ് എല്ലാവരും കണ്ടിരിക്കും എന്ന് വിചാരിക്കുന്നു. കാണാത്തവർ പ്ലീസ് ഒന്ന് കാണുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് നെക്സ്റ്റ് ഡേ മോർണിംഗ് ആണ്. സോ നെക്സ്റ്റ് ഡേ മോർണിംഗ് ദോശമാവ് ഉണ്ടായിരുന്നു, അപ്പോൾ അതെടുത്തു. പിന്നെ കുറച്ച് ലെഫ്റ്റ് ഓവേഴ്സൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഉണ്ടാക്കിയ പാവ് ഭാജി, അതായത് ബർത്ത്ഡേ പാർട്ടിക്ക് ഞാൻ ഉണ്ടാക്കിയ പാവ് ഭാജിയുടെ കറിയാണിത്. അപ്പോൾ കുറച്ച് ലെഫ്റ്റ് ഓവേഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വെച്ചാണ് നെക്സ്റ്റ് ഡേ മോർണിംഗ് ഞങ്ങൾ ഒരു ചെറിയൊരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയത്. സോ നെക്സ്റ്റ് ഡേ മോർണിംഗ് ഒരു അവധി ദിവസമായിരുന്നു. സോ അവധി ദിവസമായിട്ട് കുറച്ച് ലേറ്റായിട്ടാണ് നമ്മൾ അന്ന് എണീറ്റത്. ബിക്കോസ് ബർത്ത്ഡേ പാർട്ടിയുടെ ക്ഷീണവും ഒക്കെ ആയിട്ട് വളരെ ടയേർഡായിരുന്നു. അങ്ങനെ രാവിലെ അല്ല, കുറച്ച് ലേറ്റായിട്ടാണ് എണീറ്റത്. എല്ലാവരും എണീറ്റ് പിന്നെ ചേട്ടനും മോളും ഒക്കെ ഒന്ന് ബ്രഷ് ചെയ്ത് ഫ്രഷ് ഔട്ടൊക്കെ ആയിട്ട് വന്നപ്പോഴത്തേക്ക് ഞാൻ പിന്നെ അവർക്ക് ചൂടോടെ ദോശ ചുട്ട് കൊടുത്തു. ദോശയും കറി പിന്നെ നമുക്ക് ലെഫ്റ്റ് ഓവർ ആയിട്ടുള്ള കുറച്ച് പാവ് ഭാജിയുടെ കറി ഉണ്ടായിരുന്നു. അതെല്ലാത്തിനും സത്യം പറഞ്ഞാൽ എടുക്കാൻ നല്ല ടേസ്റ്റാണ്. അതായത് പിന്നെ ദോശയ്ക്ക്, ചപ്പാത്തിക്ക്, ഇടിയപ്പത്തിനൊക്കെ, അപ്പത്തിനൊക്കെ നല്ല കറി തന്നെയാണ്. ഞാൻ ആക്ച്വലി ഉണ്ടാക്കിയപ്പം കുറച്ച് ഒരു കൂടുതൽ പോലെ തോന്നി. അപ്പോൾ ഞാൻ നേരത്തെ തന്നെ ഒരു പാത്രത്തിൽ മാറ്റി വച്ചിരുന്നു. അങ്ങനെ പ്ലേറ്റ് ക്ലീൻ ചെയ്ത് വെച്ചു. ചേട്ടൻ ആദ്യം ദോശ ചുട്ട് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നമുക്ക് എപ്പോഴും നമ്മൾ ചെയ്യുന്നത് തന്നെയാണ്. അതായത് ഞാൻ മോസ്റ്റ്ലി ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സമയത്ത് ഉണ്ടാക്കുകയാണെങ്കിൽ ആ സമയത്തേക്ക് മാത്രമാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ബട്ട് സംടൈംസ് നമുക്ക് കുറച്ചൊക്കെ ഒന്ന് ഇൻക്രീസായി വരാറുണ്ട് കറിയൊക്കെ. അപ്പോൾ അത് ഞാൻ ഫ്രിഡ്ജിൽ വെച്ച് ഇപ്പം ഈ കുറച്ച് കറിയേ ഉള്ളൂ. അപ്പോൾ രാവിലത്തേക്ക് എടുക്കുമ്പോഴത്തേക്ക് അത് പെർഫെക്റ്റ്ലി അത് കഴിഞ്ഞു. അങ്ങനെ അപ്പോൾ ആ ഒരു പ്രോസസ്സിലാണ് ഞാൻ എപ്പോഴും ഉണ്ടാക്കാറുള്ളത്. അങ്ങനെ ചൂട് ദോശയും ഈ കറി ഞാൻ ചെറുതായിട്ടൊന്ന് ചൂടാക്കിയപ്പോഴത്തേക്കും പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഇരുന്നു. ഒരു കുഴപ്പമില്ല. ബിക്കോസ് നമ്മൾ തലേന്ന് വൈകിട്ടാണ് ഉണ്ടാക്കിയത്. സോ ടുഡേ മോർണിംഗ് വന്നിട്ട് നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് കൊടുത്തു. പിന്നെ ഇത് രസവട. വട ആക്ച്വലി ചേട്ടൻ മേടിച്ചുകൊണ്ട് വന്നതാണ്. അപ്പോൾ ഞാൻ ഒരു ക്വിക്ക് രസമുണ്ടാക്കി അതൊന്ന് ജസ്റ്റ് ഒന്ന് ബോയിൽ ചെയ്യാനായിട്ട് വെച്ചു. അങ്ങനെ ഒരു സിമ്പിൾ രസവട. വട ഞാൻ ഉണ്ടാക്കിയതല്ല, രസം മാത്രമാണ് ഞാൻ ഉണ്ടാക്കിയത്. സോ അങ്ങനെ വട മേടിച്ചത് കൊണ്ട് ദോശയൊക്കെ ആയപ്പോഴത്തേക്കും നമ്മളുടെ ട്രിവാൻഡ്രം സ്റ്റൈൽ തട്ടുകട സ്റ്റൈൽ കഴിക്കണമെന്ന് തോന്നി. സോ അങ്ങനെ എന്തായാലും തട്ടുകടയിൽ നിന്ന് കുറച്ചൊരു ഫാഷനാക്കി നമുക്ക് ദോശയും പാവ് ഭാജി കറിയും രസവടയും ആയിട്ടാണ് അന്ന് രാവിലെ അല്ല, കുറച്ച് ലേറ്റായിട്ടുള്ളൊരു ബ്രഞ്ച് പോലത്തെ ഒരു ഫുഡ് നമ്മൾ കഴിച്ചത്. അങ്ങനെ ചേട്ടൻ ആദ്യം വെച്ച് കൊടുത്തു. ഈ രസവടയുടെ ബൗൾ ഞാൻ അവിടെ തന്നെ വെച്ചു ഡൈനിങ്ങിൽ. സോ ദാറ്റ് ആവശ്യാനുസരണം എടുത്ത് കഴിക്കാം. പിന്നെ കുറച്ച് മാവ് ഉണ്ടായിരുന്നതാണ് ഞാൻ ചേട്ടന് ദോശ ഉണ്ടാക്കി കൊടുത്തത്. എനിക്കും മോൾക്കും ഞങ്ങൾ ചപ്പാത്തി കഴിച്ചു. ബിക്കോസ് ഞാൻ പറഞ്ഞല്ലോ, ലെഫ്റ്റ് ഓവേഴ്സൊക്കെ ഉണ്ടായിരുന്ന കുറച്ച് വെച്ചിട്ടാണ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നെക്സ്റ്റ് ഡേ മോർണിംഗ് ഞങ്ങളതൊന്ന് ഉണ്ടാക്കി കഴിച്ചത്. ഒന്നും എനിക്ക് വേസ്റ്റ് ചെയ്യാൻ അത്ര വലിയ താല്പര്യം ഇല്ലാത്ത ആളാണ്. ഫുഡ് ഉണ്ടാക്കുകയാണെങ്കിൽ പെർഫെക്റ്റായിട്ട് കറക്റ്റായിട്ട് ഉണ്ടാക്കുക, കഴിക്കുക, ഇരിക്കുക, അത്രയേ ഉള്ളൂ. സോ അങ്ങനെ വേസ്റ്റ് ചെയ്യേണ്ട. അപ്പം ഇത്ര കറിയെ ബാക്കി വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് ഞങ്ങൾ ചപ്പാത്തിക്കും ദോശയ്ക്കും എല്ലാം കഴിച്ച രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് സത്യം പറഞ്ഞാൽ നല്ല ടേസ്റ്റായിട്ട് തന്നെ, നമുക്ക് നല്ലൊരു തൃപ്തിയായിട്ട് തന്നെ നമ്മൾ കഴിച്ചു. അങ്ങനെ മോൾക്ക് പിന്നെ ഞാൻ 2 ചപ്പാത്തിയും ഈ പാവ് ഭാജിയുടെ കറിയാണ് കൊടുത്തത്. ഹെൽത്തി തന്നെയാണ്, എല്ലാ വെജിറ്റബിൾസൊക്കെ വരുന്നത് കൊണ്ട് ഹെൽത്തി തന്നെയാണ്. അപ്പോൾ അവർ രണ്ടുപേരും അങ്ങനെ ദോശയും ചപ്പാത്തിയും നമ്മുടെ പാവ് ഭാജി കറിയും ഒക്കെ ഒന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് പിന്നെ മോൾക്ക് ക്ലാസ് ഉണ്ടായിരുന്നു. പിന്നെ ചേട്ടൻ ഒന്ന് പുറത്തോട്ടൊന്ന് ഇറങ്ങി. അതിന് ശേഷം എൻ്റെ വീടിൻ്റെ ഒരു സീനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്. ലൈക്ക് ബർത്ത്ഡേ പാർട്ടിക്കൊക്കെ ശേഷം ലൈക്ക് ഫുൾ മെസ്സായിരുന്നു എൻ്റെ കിച്ചണും വീടും എല്ലാം കൂടെ. പതുക്കെ ഒന്ന് ക്ലീനിങ് ഞാൻ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ രാവിലത്തെ ഒരു ലഞ്ചും അല്ല ബ്രഞ്ചും അല്ല, അത് കഴിച്ചിട്ട് കിച്ചൺ ഈ ഒരു രീതിക്ക് എടുക്കാനായിട്ട് ഞാൻ വളരെയധികം കഷ്ടപ്പെട്ടു. അങ്ങനെ പിന്നെ കിച്ചൺ ക്ലീൻ ചെയ്തു. പിന്നെ എൻ്റെ ലിവിങ് ഏരിയയും ഡൈനിങ് ഏരിയയും ഒരുമിച്ചാണുള്ളത്. കുഞ്ഞു വീടാണ് ഞങ്ങളുടെ. അപ്പോൾ അങ്ങനെ ക്ലീൻ ചെയ്ത് ലിവിങ് ഏരിയ ഒരുവിധം ഈ ഒരു രൂപത്തിലൊന്ന് ആക്കിയെടുത്തു, ക്ലീൻ ചെയ്ത്. പിന്നെ അത് കഴിഞ്ഞിട്ട് എൻ്റെ ഡൈനിങ് ഏരിയ, ഇവിടെയാണ് ഞങ്ങൾ കേക്ക് കട്ടിംഗ് ഒക്കെ ചെയ്തത്. അങ്ങനെ അതും ക്ലീൻ ചെയ്ത് ഈ ഒരു രൂപത്തിലെടുത്തു. അങ്ങനെ ക്ലീനൊക്കെ ചെയ്തപ്പോൾ ഫുള്ളി ഞാൻ ടയേർഡായി. പക്ഷേ എത്ര ടയേർഡായി കഴിഞ്ഞാൽ ആ ഒരു ക്ലീൻഡ് വീട് കാണുമ്പോഴത്തേക്ക് നമുക്ക് വളരെ സന്തോഷമാണ്. ആ ഒരു സന്തോഷമായിരുന്നു എൻ്റെ ഒരു മുഖത്തേക്ക്. പിന്നെ ഡിന്നർ ടൈമിൽ വന്നിട്ട് ഹെൽത്തി ആയിട്ടൊരു കഞ്ഞി എന്നെ ഉണ്ടാക്കി.
അങ്ങനെ ആ ദിവസം അങ്ങനെയാണ് ഞങ്ങൾ എൻഡ് ചെയ്തത്. സോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.